അപ്പോൾ ഈ ഒരു പാവയ്ക്ക കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കട്ടി കുറച്ച് മുറിച്ചതാണ്. ഇനി ചെറുതായി മുറിക്കാൻ, അതായത് ചോപ്പ് ചെയ്തെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇഞ്ചി ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ അത്യാവശ്യം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ തീയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും ചെറിയുള്ളി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് തന്നെ സവാളയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്നു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത ഗ്യാസിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി ഇതിലേക്കുള്ള കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്കും 1 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു 2 നുള്ളു വലിയ ജീരകം, കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം, കുറച്ച് കറിവേപ്പില. ഇനി ഒരു കപ്പ് തേങ്ങ ചിരവിയതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.25 കപ്പ്, ഒരു തേങ്ങയുടെ ഒരു പകുതി ചിരവി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്താണ് ഇതിലേക്കുള്ള പാവയ്ക്ക ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള പാവയ്ക്കാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ച് മുറിച്ചെടുത്തിട്ടുള്ള പാവയ്ക്കാണിത്. കുറച്ചൊരു നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. തോരനൊക്കെ മുറിക്കുന്ന പോലെയല്ല, ഒരു ഇത്തിരി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചെറിയ തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ തേങ്ങ കൂടെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ പാവയ്ക്ക അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. രണ്ടിലേക്കും ഒന്നിച്ച് തന്നെയാണ് ഞാൻ മസാലപ്പൊടികൾ ചേർക്കുന്നത്. ആദ്യം തേങ്ങ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വറവായി വന്നിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ നല്ല കളറാക്കി വറക്കണം എന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു വറവിലാക്കി എടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിലേക്കും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പാവയ്ക്കയിലേക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയിലേക്കും ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് നോക്കിയിട്ട് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ തേങ്ങ വറുക്കുന്നതും ഇതും ഒന്നിച്ച് ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ, എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പാവയ്ക്ക വേവാൻ വെക്കുന്ന സമയത്ത് തേങ്ങ വറുത്തെടുത്താലും മതി കേട്ടോ. എങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഈ തേങ്ങയിലേക്ക് ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു മസാലക്കറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. പൊടികളൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് ഉടയുന്ന രീതിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പാവയ്ക്കിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം വറവായി വന്നിട്ടുണ്ട് കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. തക്കാളി ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള ചാറാണിത്. പുളി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളി എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത്തിരി കൂടെ എടുക്കാം. പുളിവെള്ളം ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 2 മുതൽ 2.5 കപ്പിൻ്റെ അടുത്ത് വരെ വെള്ളം ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ പാവയ്ക്ക് അത്യാവശ്യം വെന്ത് കിട്ടിക്കോളും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പാവയ്ക്ക് എത്രത്തോളം വെന്തിട്ടുണ്ട് നോക്കുക. കുറച്ചുകൂടി സമയം വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പേസ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും.
തേങ്ങയുടെ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നങ്ങ് തിളച്ച് വരണം. നമ്മൾ തീയലിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് തിളച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കറി ഈ ഒരു ലൂസിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ശർക്കര ചെറുതായി ചീകി എടുത്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാവയ്ക്ക കറി വെക്കുമ്പോൾ ഒരു ഇത്തിരി ശർക്കര ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് ഇനി ഇതുപോലെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാം. ഒന്ന് വറവിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3-4 ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ മസാല ഒരു ഇത്തിരി കൂടെ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഈ സമയത്ത് ചേർത്ത് എണ്ണയിലിട്ട് മൂപ്പിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കറിക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനി കറിയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാവയ്ക്ക മസാലക്കറി എന്ന് പറയുന്നത്. ഇതിനെ അടച്ചു വെച്ച് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് നാളെ കഴിക്കുകയാണെങ്കിലും കുറച്ചുകൂടി നല്ലതാണ്. തേങ്ങ വറുത്തരച്ച കറിയാണല്ലോ. പിന്നെ ഈ ഒരു കറി എന്ന് പറയുമ്പം ഏകദേശം നമ്മുടെ ഒരു തീയലൊക്കെ പോലെ തന്നെ, എന്നാലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഒരു ഇത്തിരി കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറി. തേങ്ങ വറുത്തെടുക്കേണ്ട ഒരു ഇത്തിരി സമയം വേണം. പക്ഷേ ആ ഒരു സമയം കൊണ്ട് പാവയ്ക്ക വേവുന്ന സമയം കൊണ്ട് തന്നെ തേങ്ങ വറുത്തെടുക്കാനായിട്ടും പറ്റും. അപ്പം ഈ ഒരു രീതിയിലുള്ള കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഒരുപാട് ആളുകൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഒരുപാട് കയ്പൊന്നുമില്ല, പിന്നെ ആ ഒരു നല്ല രസമുള്ളൊരു കയ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്